സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 12ാം ദിനത്തിൽ പ്രതിഷേധ മഹാസംഗമത്തിന് പിന്നാലെ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി നിരവധി സംഘടനകളാണ് രംഗത്തെത്തുന്നത്. കുടിശ്ശിക വേതനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണെന്നും മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂ എന്നുമാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ഞങ്ങൾ ഇത്രയും നാൾ ജോലി ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പം വീണ മേഡം ആണെങ്കിൽ എപ്പോഴും പറയാറുണ്ട്. കാരണം ഞങ്ങളാണ് ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം കൊയ്തു കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അറിയാം, സത്യസന്ധമായിട്ടുള്ള കാര്യം എപ്പോഴും ഘോരഘോരം പറയുന്നുണ്ട്. ഇന്ന് ഏറ്റവും കുറച്ച് വേതനം വാങ്ങിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വേതനം കിട്ടി, നമ്മൾ സേവനം വ്യവസ്ഥയിൽ നമ്മൾ കയറിയെങ്കിലും ജോലിക്ക് അനുസരിച്ചാണ് ഞങ്ങൾ വേതനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ഈ 7000 രൂപ ഒന്നുമല്ല. കാരണം 3 ഇരട്ടി 21,000 രൂപ തന്നാൽ പോലും മതിയാവില്ല. കാരണം അത്രയ്ക്കുള്ള ജോലിയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും വർക്കിനിറങ്ങുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്, ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ 18 വർഷവും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കണ്ണുനീര് അവർ കാണുന്നില്ലല്ലോ. എത്രയോ അമ്മമാർ 62 വയസ്സായി ഒന്നുമില്ലാതെ പിരിഞ്ഞു പൊക്കോളം എന്നാണ് അവർ ആക്രോശിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? ഒരു സ്ത്രീയല്ലേ ഇവരും ഒരു അമ്മയല്ലേ? അവർക്ക് മനസ്സിലാവില്ലേ കുഞ്ഞുങ്ങളുള്ളവരുടെ ദുഃഖവും വിഷമങ്ങളൊക്കെ? വളരെ സങ്കടത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഓരോ ദിവസം കഴിയുമ്പോഴും ആശാ വർക്കർമാരുടെ സമരം കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. കൂടുതൽ പേർ അവരുടെ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും വീണ്ടും ഒരു ചർച്ചയ്ക്കില്ല എന്ന സമീപനമാണോ സർക്കാരിൻ്റേത്? ദിവ്യ, ഉടനൊന്നും ഇനിയിപ്പോൾ ചർച്ചയുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ കഴിഞ്ഞ 12ാം ദിവസമായിട്ട് ഇവരിപ്പോൾ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാ വർക്കർമാർ സമരം തുടർന്നു വരികയാണ്. ഇന്നിപ്പോൾ ഈ സമരം 12ാം ദിവസമാണ്. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 12ാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുമ്പോൾ ഒരു തവണ ആരോഗ്യമന്ത്രി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും പറയുന്നത് കുറേയധികം ഉപാധികളാണ് വെച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ആരോഗ്യവകുപ്പ് തന്നെ ഉത്തരവിറക്കുന്നു. ഉപാധികളില്ലാതെ ഓണറേറിയം വളരെ കൃത്യമായിട്ട് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി ആശാ വർക്കർമാർക്ക് ഒരു ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലെ ഓണറേറിയം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇനി മുതൽ ഉപാധികളില്ലാതെ ഈ പറയുന്ന ഓണറേറിയം നൽകാം എന്നുള്ള കാര്യം കൂടി സർക്കാർ ഇപ്പോൾ ആശാ വർക്കർമാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഓണറേറിയം കുടിശ്ശിക നൽകുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് പല ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഓണറേറിയം എന്ന് പറയുന്ന തുക ഏതാണ്ട് 7000 രൂപയാണ് പ്രതിമാസം സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അത് 21,000 രൂപയാക്കി ഉയർത്തണം. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ നൽകുക, മറ്റ് മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക. അതായത് ആശമാരുടെ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കുക. ഈ പറയുന്ന 3 ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആശാ വർക്കർമാർ ഇപ്പോൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ സർക്കാർ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അവിടത്തെക്കാട്ടിലും കൂടുതൽ തുക കേരളത്തിൽ നൽകുന്നുണ്ട്. 7000 രൂപയ്ക്ക് പുറമെ മറ്റ് 3000 രൂപയും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻസെൻറ്റീവും കമ്മീഷനും ഒക്കെ ആയിട്ട് ഏതാണ്ട് 14,000 രൂപയിലധികം വേതനം വാങ്ങുന്ന ആശമാർ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അത് കള്ളമാണ് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അങ്ങനെയല്ല, വെറും തുച്ഛമായിട്ടുള്ള 7000 രൂപ മാത്രമാണ് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ സമരം ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഇവിടെ തുടർന്നു പോയാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ? അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഇന്ന് 12ാം ദിവസമാണ് ഇതിനിടയ്ക്ക് ഒരു തവണ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ ഇനി മുമ്പോട്ട് എന്താവും ഈ സമരത്തിന്റെ ഭാവി? സമരം തുടർന്നുകൊണ്ട് പോകാനാണ്, വിജയം വരെ സമരം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എവിടുന്നാ വരുന്നത്? ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ 12 ദിവസം ഇവിടെ ഉണ്ടോ? ഇന്നലെ വന്നിട്ടുള്ളൂ. എങ്ങനെ? വെളുപ്പിന് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണതാ. ഇപ്പൊ ഈ നേരമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോ 2007 കയറിയേക്കുന്നവരാണ്. ഇത്രയും വർഷങ്ങളായി ഞങ്ങളുടെ നല്ല സമയവും ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യം ഒക്കെ ഇതിനു വേണ്ടിയിട്ട് കളഞ്ഞതാണ്. ഇനി ഞങ്ങൾക്കിപ്പോ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരാൾക്ക് പോലും വയ്യാത്തവരില്ല. എല്ലാവരും രോഗികളും ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ ഒരു അവഗണന എന്തായാലും തീർത്തും ഞങ്ങൾ നിരാശാജനകമാണ്. ഞങ്ങൾ എന്തായാലും ഇത്
വരുന്നവരെ ഞങ്ങൾ പിന്നോട്ടില്ല. ഇപ്പോൾ 12 ദിവസമായി ഓരോ ജില്ലകളിൽ നിന്ന് ഓരോ ആളുകൾ ഓരോ ദിവസം വരുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ ആശമാരും കേരളത്തിൽ ഇപ്പോൾ പണിമുടക്കിലേക്ക് പോയാൽ അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇക്കാര്യം ആരോഗ്യവകുപ്പിന് മനസ്സിലാകാത്തത്? അതാണ് ഞങ്ങൾക്കും ചോദിക്കേണ്ടത്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പോഴും ഈ വന്നതിൻ്റെ ഇടയ്ക്കായാലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഞങ്ങളുടെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും താല്പര്യം. പക്ഷെ ഞങ്ങളെ ഇതേപോലെ വിഷമസ്ഥിതിയിലാക്കണ ഒരു നടപടി എല്ലാവരും കാണുന്നില്ലേ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇപ്പം ഈ ഇരിക്കുന്നവരായാലും മരുന്നും എല്ലാം കൊണ്ടാണ് ഈ വന്നേക്കണത് എല്ലാവരും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞങ്ങളോട് ഒരു കരുണ കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും പേര് ഞങ്ങൾ മാറി മാറി വന്നിരിക്കണതും ഇതുകൊണ്ട് തന്നെ. ആശമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആരോഗ്യമന്ത്രി ആയാലും സർക്കാരായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഇത്രയും സമരം നടത്തിയിട്ടും എന്തുകൊണ്ട് ഇവരെ കണ്ണു തുറക്കുന്നില്ല? എന്താണ് അവരോട് പറയാനുള്ളത്? കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് പറയണ്ടേ. പിന്നെ നമ്മളാണ് ഇതിപ്പോൾ എല്ലാവരും പറയണത് ആരോഗ്യ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് ആശാവർക്കർമാരാണ്. അങ്ങനെ പേരുകൊണ്ട് മാത്രം ഞങ്ങളെ സൂചിപ്പിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ട നീതിയും അവകാശങ്ങളും തന്നിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും അവർ കനിയനില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് അവർ തന്നെ ചിന്തിക്കണം, നമ്മളല്ലല്ലോ പറയണേ. ദിവ്യ, ഈ പറയുന്ന പോലെ ആരോഗ്യമന്ത്രിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഒക്കെ കണ്ണു തുറക്കണം, ഇവരോട് പറയാനല്ലേ പറ്റുകയുള്ളൂ, അഭ്യർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ. ആ അഭ്യർത്ഥന കഴിഞ്ഞ 12 ദിവസമായിട്ട് ഇവർ തുടരുകയാണ്. ഇനി വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ അഭ്യർത്ഥിക്കാൻ അവർക്ക് മടിയൊന്നുമില്ല. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുള്ള കണക്ക് മേനി പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ സമരത്തെ കണ്ടില്ല എന്ന് അടിക്കരുത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അടുത്ത ദിവസമാണ് സംസ്ഥാനത്തെ PSCയിലെ അംഗങ്ങൾക്ക് വലിയൊരു ശമ്പള വർധനവ് അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയത്. അതുപോലെ കേരളത്തിലെ ഡൽഹിയിലെ അംഗം KV തോമസിന് നിലവിലുണ്ടായിരുന്ന തുകയിൽ നിന്ന് അതിൻ്റെ ഇരട്ടിയിലധികം തുക സംസ്ഥാന സർക്കാർ കൂടുതലായിട്ട് നൽകുന്നത്. അപ്പോൾ അതിനൊക്കെ പണമുണ്ട്. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് പണം നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇവിടേക്ക് വരുന്നുണ്ട്. സമരത്തിന് പിന്തുണയുമായിട്ട് കൂടുതൽ മറ്റ് പ്രതിപക്ഷ സംഘടനയിലെ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരികയാണ്. വരും ദിവസങ്ങളിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ള സമര രീതിയിലേക്ക് ഒരുപക്ഷേ കേരളത്തിലെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ പോകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ അതിനിടയിൽ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്നോ നാളെയോ ഒരു ചർച്ചയുണ്ടാവില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്.